നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സാധാരണ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനുള്ളത്. ഞാനൊരു ട്രാവലിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയും ഒന്നും എനിക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് എന്നോട് ക്ഷമിക്കുക. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോപ്പിക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കടപ്പാടുള്ളത് കൊണ്ട് ഇവിടെ കണ്ടിന്യൂഷനായിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേയർ ആര്യ രാജേന്ദ്രൻ്റെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഡമ്മി കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ഓർത്തു നോക്കൂ, കേരള പോലീസിൻ്റെ ദൗത്യം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലേ? അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം KSRTC ബസ്സിനുള്ളിൽ കയറിയിട്ട് അവിടുന്ന് മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് അതിന് പറ്റുള്ളൂ, അല്ലേ? KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കേ പറ്റുള്ളൂ. അതിന് ഈസി ആയിട്ട് അതിന് ചുറ്റുപാടുമുള്ള CCTVകൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ആർക്കും തോന്നാവുന്ന ഒരു കാര്യം, ഇത് KSRTC ഡിപ്പോയിൽ വെച്ച് തന്നെ ആയിരിക്കണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നൊരു കാര്യമാണ്. അത് വിട്ടിട്ട് കേരള പോലീസ് ഡമ്മി കളിക്കുകയാണ്. നമ്മൾ ഈ റമ്മി കളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഡമ്മി കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട വളരെ ക്ലിയറാണ്. എങ്ങനെയെങ്കിലും മേയറെ രക്ഷിച്ചെടുക്കണം, യദുവിനെ ഉള്ളിലാക്കണം എന്നുള്ളതാണ് അവരുടെ ഐഡിയ. അല്ലാതെ ഇതിൽ യഥാർത്ഥത്തിൽ യദു അങ്ങനെ എന്തെങ്കിലും ചേഷ്ട കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മേയർ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആരാണ് തെറ്റ് ചെയ്തത്, അവരെ ശിക്ഷിക്കണം എന്നൊന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇടപെടലും പോലീസിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഗവൺമെൻറ് അടുത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈവർ, KSRTC ബസ്സിൻ്റെ ഡ്രൈവർ എന്തെങ്കിലും ഒരു ചേഷ്ട ബസ്സിൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അത് വരുന്ന വണ്ടിയുടെ പിൻസീറ്റിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ മേയർക്ക് കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ചർച്ചാ വിഷയം. പുറത്ത് നോക്കി എന്തൊരു വിരോധാഭാസമാണെന്ന്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വഴക്ക് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ, സാധാരണഗതിയിൽ രണ്ട് ഡ്രൈവർമാർ തമ്മിലാണ് വാഗ്വാദം ഉണ്ടാകുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരിലേക്ക് അത് പടരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ കാർ ഓടിച്ചിരുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് എതിരായിട്ടാണ് കാണിച്ചിരിക്കുക. അതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ റോഡ് റേജിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യം. നമ്മൾക്കൊക്കെ സ്വാഭാവികമായിട്ടും മറ്റു പലരും ഡ്രൈവ് ചെയ്യുന്നതിനോട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യത്തോടെ വഴക്ക് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റേ വാഹനം ഓടിക്കുന്ന ഡ്രൈവറോടാണ്. അത് പിൻസീറ്റിലിരിക്കുന്ന ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആരും ചെയ്യില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ ഈ കേസിൻ്റെ സാധുതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് യദുവിനെ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഇവിടെ കേരള പോലീസ് കാണിക്കുന്നുള്ളൂ. ഓർത്ത് നോക്കൂ, ഇപ്പോൾ ജാമ്യമില്ലാത്ത വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള കേസ് നിലനിൽക്കുമ്പോൾ മേയറിനെയോ അതോ MLAയെയോ ആരും ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ടുള്ളത്. അതുമാത്രമല്ല, ആ കേസിൽ ഒരു പ്രോഗ്രസ്സും നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. പക്ഷേ നല്ല പ്രോഗ്രസ് യദുവിനെതിരായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേരള പോലീസിൻ്റെ ഒരു അജണ്ടയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരള പോലീസിന് ഓർഡർ വരുന്നു, മുകളിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വേറെ എന്ത് നിവൃത്തിയാണുള്ളത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് എവിടെ നിന്നാണോ ഓർഡർ വരുന്നത് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയാണ് കേരള പോലീസിനുള്ളത്. ഇത് എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ മേയറും MLAയും ഭർത്താവായിട്ടുള്ള MLAയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് കോടതിക്ക് അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാം, പാർട്ടിക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ഇപ്പോൾ CPM പോലുള്ള ഒരു പാർട്ടി
ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ആളുകളെ എന്തിനാണ് ഒരു പരിധിയിലധികം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മേയർ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നും അതെന്തൊക്കെ വാർത്തകളായിട്ടുണ്ടെന്നൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടി അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ CPM അതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ കൈവിടില്ല എന്നുള്ള ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് CPM ഇവിടെ മേയറെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിഷ്പക്ഷരായ ഒരുപാട് ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം പാർട്ടി മറന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഐഡിയോളജിയും ഇത്രയും എന്താ പറയുക, ഇത്രയും നല്ല ഒരു ഹിസ്റ്ററിയുള്ള പാർട്ടി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അഴിമതിക്കാർക്ക് കൂട്ടുകൂടുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് കൂട്ടുകൂടുക, അല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും മെറിറ്റില്ലാത്തവർക്ക് ജോലികൾ കൊടുക്കുക, മെറിറ്റില്ലാത്തവരെ എങ്ങനെയെങ്കിലും തള്ളി കയറ്റി അല്ലെങ്കിൽ കുത്തി നിറച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരുന്ന തലമുറയെ അത് ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷവാദികളെല്ലാം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള സത്യം ഇനിയും പാർട്ടി മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ ഭവിഷ്യത്തുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിലോ അല്ലെങ്കിൽ ത്രിപുരയിലേക്കുള്ള അവസ്ഥ ഓർത്ത് നോക്കും. അവിടെ പാർട്ടി എത്രയോ വർഷമായിട്ട് ഭരിച്ചിട്ട് ഇതേപോലുള്ള കെടുകാര്യസ്ഥതകളൊക്കെ ചെയ്ത് ജനങ്ങളെല്ലാം വെറുത്ത് അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിഗതിയാണ് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത്, അല്ലേ? ഇപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ പാർട്ടി ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് നോക്കുക. മേയർ തെറ്റ് ചെയ്തു, MLA തെറ്റ് ചെയ്തു, അവർക്ക് പാർട്ടിയിൽ നിന്ന് തക്കതായ ശിക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സസ്പെൻഷനോ കാര്യങ്ങൾ പോലും കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും പാർട്ടിയുടെ കൂടെ നിലനിൽക്കുമായിരുന്നു. അത് പാർട്ടി നല്ലൊരു എക്സാമ്പിൾ കാണിക്കുന്നതായിട്ട് എല്ലാവർക്കും തോന്നുമായിരുന്നു. അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി ശ്രമിക്കേണ്ടതായിരുന്നു. അതിന് പകരം പാർട്ടി ഇങ്ങനെ കോപ്പി അടിക്കുന്നവരെ, പ്രബന്ധം കോപ്പി അടിക്കുന്നവരെ, കവിത കോപ്പി അടിക്കുന്നവരെ, അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ, ഗുണ്ടകളുടെ പുറകെ പോയിട്ട് അവർക്ക് സൽക്കാരം കൊടുക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ടുള്ള മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുമ്പോൾ പാർട്ടിയുടെ ഇമേജ് വളരെ വളരെ താഴോട്ടാണ് പോകുന്നത്. ഈ പാർട്ടി ഇനിയും ഒരുപാട് കാലം കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ഒരു കാര്യം മാത്രമാണ് പാർട്ടി നേതൃത്വത്തോട് പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും പാർട്ടി ഇങ്ങനെ കൊള്ളരുതായ്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്ത് അടുത്ത ഇലക്ഷന് മുമ്പ് കുറച്ച് മുഖം രക്ഷിക്കാനെങ്കിലും ശ്രമിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ പൊന്തി വന്ന് അവർ എന്താ പറയുക, ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു പക്ഷേ ഇവിടുന്ന് CPM എന്ന പാർട്ടി തൂത്തെറിയപ്പെടും എന്നുള്ള സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തപരമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഡമ്മി കളികളൊക്കെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.